ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹം കേട്ടോ ബാംഗ്ലൂരിൽ പോയിട്ട് ഷോപ്പിംഗ്, ഫുഡ് അവിടുത്തെ എല്ലാം ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നാണ് മൈ ഫസ്റ്റ് ഡേ അറ്റ് ബാംഗ്ലൂരിൽ വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ബ്രിഗേഡ് സ്ട്രീറ്റിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ബ്രിഗേഡ് സ്ട്രീറ്റിൽ നോക്കുമ്പോൾ ഷോപ്പിങ്ങിന് നമ്മൾ വീഡിയോസും ഇൻസ്റ്റയിലും അങ്ങനെ കാണുമ്പോൾ ഒത്തിരി വില കുറവ് അങ്ങനത്തെ നമ്മൾ ഷോപ്പുകൾ തപ്പിയിട്ടാണ് നടന്നത്, അതായത് ചീപ്പായിട്ട് കുറേ പ്രൊഡക്ട്സ്. പക്ഷേ ഇവിടെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലെ പോയോണ്ടായിരിക്കണം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ഒരു 10:30-11 മണി ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ഇവിടുത്തെ. നിങ്ങൾക്ക് കാണാം ഒട്ടും തിരക്കുമില്ല. ഒരുവിധം വലിയ വാൻ ഹ്യൂസൻ, അലൻ സോളി അങ്ങനത്തെ വലിയ ഷോപ്പുകളുള്ള സ്ട്രീറ്റ് ആയിരുന്നു കേട്ടോ ബ്രിഗേഡ് സ്ട്രീറ്റ്. പിന്നെ അവിടുത്തെ ചില പഴയ ബിൽഡിങ്സൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയാം. അവിടെ നിന്ന് ഞങ്ങളുടെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടും ആളുടെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഓട്ടോയിൽ പോയിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോക്കാർ പറയുന്നുണ്ടായിരുന്നു അവർ പോണ വഴി 2 സ്ഥലങ്ങളുണ്ട്, അവിടെയും കൂടി കയറിയിട്ട് നിങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ 40 രൂപയ്ക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലാഭമായതുകൊണ്ട് ഓക്കെ ശരി 40 രൂപയ്ക്ക് ശരി കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏറ്റവും ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളന്ന് പോയപ്പോൾ ഒട്ടും ട്രാഫിക് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ പേര് പറയണതാണ്, അതായത് എത്തിപ്പെടാൻ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ ട്രാഫിക്കിൽ കുറേ പേര് സ്റ്റക്കായി കിടക്കുന്നു. ഇപ്പം നമ്മൾ പോയപ്പോൾ ഒട്ടും ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അടിപൊളി ഓട്ടോ യാത്രയിലായിരുന്നു കേട്ടോ നമ്മൾ പോയത്. നമ്മളെങ്ങടാ പോണേ? കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ ആയിരുന്നു കേട്ടോ അവർ ആദ്യം കൊണ്ടെത്തിച്ച് മൈസൂർ സാരി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അവിടെ പോയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കളക്ഷൻസൊക്കെ, കുഴപ്പമില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും വലിയ കളക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ ഉള്ളിൽ കയറിയിട്ട് ഇതേ കണ്ടോ ചെന്നപ്പോൾ അവിടെ സാരീസും ചുരിദാർ മെറ്റീരിയൽസും മാത്രമല്ല ഓർണമെൻറ്റ്സ്, പിന്നെ കുറേ ഷോ പീസുകൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കടയിൽ. പിന്നെ വൈഡ് വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ടൈപ്പ്, അതായത് യങ്സ്റ്റേഴ്സിന് പറ്റിയൊരു ടൈപ്പ് ഡ്രസ്സോ ചുരിദാറോ സാരികളോ അവിടെ കിട്ടില്ല. ഒരു നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിയ വലിയ നല്ല ഇഷ്ടപ്പെടുന്ന കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അടുത്തത് അവർ കൊണ്ടു നിർത്തിയത് കാവേരി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെ കാവേരി ഷോപ്പ് എല്ലായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പോയപ്പോൾ പീസിനേക്കാളും കൂടുതലുള്ളത് ഈ എന്താ പറയുക യൂണീക്കായിട്ടുള്ള ഐറ്റംസ്, അങ്ങനത്തെ ഷോ പീസുകൾ, നല്ല ഷോളുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അതേ കണ്ടോ, ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഓരോ ഷോ പീസുകളും മിനിയേച്ചേഴ്സും ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ കംപ്ലീറ്റ്ലി ഉള്ളിലേക്ക് എടുക്കാൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല ഈ കടയുടെ. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി. നമ്മൾ ഓട്ടോക്കാരൻ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോയി. ഒന്നുകൂടി നീ ഇന്നോട് ആരാ ആ ഓട്ടോയിൽ കയറാൻ പറഞ്ഞേ? കൊമേഴ്ഷ്യൽ സ്ട്രീറ്റും ബ്രിഗേഡ് സ്ട്രീറ്റും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അത് ആകെ 40 രൂപ ഓട്ടോയ്ക്ക് നമ്മൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. അവിടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ എന്തോ വലിയ സെയിൽ 60% ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സ്ഥലം കണ്ടു. ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. വലിയൊരു ഗ്ലോബ് പോലത്തെ ഒരു ഐറ്റത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൈസ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിഠായി കിട്ടും. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഈ കടയിൽ
അടിപൊളി ദുപ്പട്ട കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ ചീപ്പ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ചീപ്പായിട്ട് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കടയിൽ പോകുമ്പോൾ നല്ല വെറൈറ്റി നല്ല കളക്ഷനുള്ള ഒരു ഷോപ്പായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തില്ല. പിന്നെ ഒട്ടുമിക്ക കടയിലും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. buy 2 get 1 free, buy 4 get at 40% ഓഫ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കണ്ടോ നല്ല പ്രിൻറ്റ്, അടിപൊളി പ്രിൻറ്റുകളായിരുന്നു കേട്ടോ. ആ കടയിൽ ഒത്തിരി എനിക്ക് ഇഷ്ടമായി. പിന്നെ ഇവിടെ പോയപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾ പോലെ ഒരുപാട് കളക്ഷൻസ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഓർണമെൻറ്റ്സ് ആട്ടോ. നല്ല ഹെവി ഓർണമെൻറ്റ്സും സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കണമായിരുന്നു. നമ്മളങ്ങനെ ഓരോ കടയും ഇങ്ങനെ നിരങ്ങിയ പോകണ്ടായത്. അങ്ങനെ ഇത് കണ്ടോ ആ ഡ്രസ്സുകളും ചുരിദാർ സെറ്റ്, ഒരു ഡ്രസ്സ് ഫുൾ ചുരിദാർ സെറ്റിൻ്റെ ആണെങ്കിൽ വേറൊരു സ്റ്റോള് ഫുള്ള് ടോപ്പുകൾ, ക്രോപ്പ് ടോപ്സ് അങ്ങനത്തെയൊക്കെ ആയിരിക്കും. ഇവിടെ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ടയേർഡായി ഒരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ എനർജിയൊക്കെ സെറ്റാക്കിയിട്ടാണ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അതും 11 മണി 12 മണി നേരത്തെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി ഇപ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. ഫുൾ അടുപ്പിച്ചടുപ്പിച്ച് ഫുള്ള് കടകളായിട്ടുള്ള അങ്ങനെ സ്ട്രീറ്റിൽ കയറി. പല വഴികളുണ്ട് കേട്ടോ ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതേതോ ഒരു വഴി നമുക്കറിയില്ല, നമ്മൾ ഓട്ടോക്കാരൻ നിർത്തിയ ആ വഴി കൂടെ അങ്ങനെ നേരെ പോയിട്ട് നമ്മൾ ഈ കയറിയതാണ്. അപ്പോൾ കാർഗോസിനൊക്കെ 700 800 അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ചുങ്കിടീസൊക്കെ 1700. പിന്നെ ഒത്തിരി ഓർണമെൻറ്റ്സും കടകളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വഴി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കംപ്ലീറ്റ് ഒരു പക്ക ഷോപ്പിംഗ് സെൻറ്റർ, ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ നമുക്കിത് ഒട്ടും ഇഷ്ടമായില്ല. നമ്മൾ ആദ്യം തന്നെ കയറിയത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മേടിച്ചത് ചുങ്കിടീസാണ് കേട്ടോ. ചുങ്കിടിയുടെ ഒരു കട മാത്രമായിട്ടുള്ളൊരു കടയാണ്. നല്ല വില കേട്ടോ ആദ്യം പറഞ്ഞത് 1700 ഒക്കെയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പേശി വില കുറച്ച് അത് 1000 ഒക്കെ ആക്കി. 4 എടുക്കുകയാണെങ്കിൽ 1000ക്ക് താച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിപ്പോഴാണ് അവർ 1000 ആക്കി തന്നത്. അങ്ങനെ എനിക്കിഷ്ടമായി. 4 വെറൈറ്റി ചുങ്കിടീസൊക്കെ നമ്മളെടുത്ത് ഹാപ്പിയായി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ആ കടയിൽ നിന്നൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് വിലയൊക്കെ പേശിയത് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് എല്ലാവർക്കും ഒടുക്കത്തെ വിശപ്പ്. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ബറേറ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. നല്ല ഹോട്ടലായിരുന്നു, നല്ല ക്ലീൻ ആയിട്ടുള്ള ഹോട്ടലായിരുന്നു. അതായത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന് കുറച്ച് അടുത്ത് പുറത്തായിട്ടാണ്. സ്ട്രീറ്റിൻ്റെ ഉള്ളിലല്ല. ഇത് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ പറഞ്ഞു നല്ല സൂപ്പർ ഫുഡ് ഐറ്റംസ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും എന്താ പറയുക, ഫുഡ് കഴിച്ചപ്പോഴാണ് കണ്ണ് തുറന്നത് തന്നെ. ബിരിയാണി, പിന്നെന്താ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതിൽ 2 പേർക്ക് കഴിക്കാം. അത്രയും ഹെവി ആയിരുന്നു ബിരിയാണിയൊക്കെ. പിന്നെ നമ്മൾ താഴെ പോകുമ്പോൾ എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് വീനസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീട്ട കഴിച്ചിട്ടാട്ടോ. എല്ലാവരും ഒരു മീട്ട വെച്ച് കഴിച്ചിട്ടാണ് നമ്മളങ്ങനെ ചവച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയത്. അവിടെയും സുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സുഡിയോന്ന് ഞങ്ങൾ 2 ഡ്രസ്സൊക്കെ എടുത്തു. പക്ഷേ കളക്ഷൻസ് നമ്മളിപ്പോൾ തൃശ്ശൂരായാലും ബാംഗ്ലൂരായാലും എനിക്ക് അത്ര വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. വൈറ്റ് കളക്ഷൻസ് ഒന്നും തോന്നിയില്ല. സെയിം ഐറ്റംസ് അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റുഡിയോയിലൊക്കെ. അപ്പോൾ എല്ലാവരും കിട്ടാൻ പറ്റിയൊരു ഫ്രെയിം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എല്ലാവരും ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലിഫ്റ്റ് പോകണ സ്ഥലമുണ്ട്. അവിടെ ലിഫ്റ്റ് കുത്തിയപ്പോഴേക്കും സാധനം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ കയറി ലിഫ്റ്റ്. എനിക്ക് എന്തോ ഈ ഫ്രെയിം ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ നമ്മൾ സുഡിയോന്നൊക്കെ ഇറങ്ങി. അടുത്ത പ്ലാൻ നമുക്ക് ഷോപ്പ് ചെയ്ത് വയ്യാണ്ടായി. കാരണം അവിടെ നമുക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ക്രോപ്പ് ടോപ്പൊക്കെ ആണെങ്കിൽ അത്രയും ഭംഗിയെന്നൊന്നും പറയാനൊന്നുമില്ല. അപ്പം നമ്മൾ ഭംഗിയുമില്ല, മീൻസ് നല്ല വിലയുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ സ്ഥലത്തേക്ക് പോകാൻ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിട്ടിരിക്കുക. എല്ലാവരും മുഖമൊക്കെ വാടി, അതായത് വെയിലൊക്കെ കണ്ട് തളർന്ന് വാടി. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി വെയിലത്തുള്ള പരിപാടിയൊന്നും വേണ്ട, കുറച്ച് തണലൊക്കെ കൊണ്ട് എൻജോയ് ചെയ്യാം. അതാണ് അങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത് ഇറങ്ങണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോ ബേർ എന്ന സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നില്ലെങ്കിൽ നമ്മൾ
മിസ്സായി പോയതിനെ. അത്രയും സൂപ്പർ സ്ഥലം ആട്ടോ ലോക്കോ ബെയർ എന്ന് പറയുന്നത്. നല്ല ഗെയിംസൊക്കെ പ്രായമുള്ളവർക്കാണെങ്കിലും നമ്മുടെ ആൾക്കാർക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കായാലും അടിച്ച് പൊളിച്ച് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലം കേട്ടോ ഈ ലോക്കോ ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പോലെയല്ലാടാ, നമ്മൾ ഒരു ഊബർ വിളിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് മാക്സിമം, അതിനുള്ളിലൊക്കെ ഊബർ വരും. അത് കാരണം നമുക്ക് ഭയങ്കര സൗകര്യമായി, ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും വന്നില്ല. കണ്ടോ ഗൈസ്, വലിയൊരു സ്ഥലം കേട്ടോ. ഫുട്ബോൾ കളിക്കാനും ആർച്ചറി, ഷൂട്ടിങ്, VR അങ്ങനെ ഒത്തിരി കളികളും ഗെയിംസൊക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ. ഒരു കംപ്ലീറ്റ് ഗെയിം എന്ന് പറയാം. അടിപൊളിയാണ്. നിങ്ങൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇവിടെ പോകണമെന്ന് ഞാൻ പറയും, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് സമയം പോയത് അറിഞ്ഞില്ല. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു 3-3:30 ആയി കാണും. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ആയിരുന്നു. ഞാൻ ഓരോ ഗെയിംസിൻ്റെ വീഡിയോ ആയിട്ട് എനിക്ക് ഇടാൻ പറ്റില്ല, ബട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഗെയിം സെക്ഷൻ, VR സെഷൻ, അങ്ങനെ സെഷൻസൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അതേ കണ്ടോ, നമ്മൾ ഒരു കാർഡ് എടുത്തിട്ട് ആ കാർഡിൽ നമ്മൾ പോയിൻറ്റ്സ് കയറ്റുക. അതായത് പൈസ നമുക്ക് എത്രേൻ്റെ കാർഡാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓരോ ഗെയിംസിലും പോയിട്ട് കളിക്കുക കേട്ടോ വേണ്ടത്. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ പറ്റിയ കളി, അച്ഛനും അമ്മ നേഹയൊക്കെ ആയിട്ട്, അതായത് എൻ്റെ ചേച്ചിയൊക്കെ ആയിട്ട് അവർ മത്സരിച്ചങ്ങോട്ട് കളിക്കുക. നല്ല രസമുണ്ട്. ആദ്യം അവർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ആവേശമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും തരില്ല. അവർ ഞാൻ കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലതായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 8-8:30 ആയിട്ട് കാണും. മടിവാളയിൽ നമ്മൾ ക്ഷീണിച്ച് അവസാനം അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ ചോളമാണ് കഴിച്ചത്. ചോളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇതുവരെ ഇത്രയും സോഫ്റ്റായിട്ടുള്ള നമ്മുടെ വായിൽ വെക്കുമ്പോൾ അലിഞ്ഞു പോവും. അങ്ങനത്തെ ചോളം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. അവരവരുടെ വീട്ടിലേക്കും നമ്മുടെ വീട്ടിലും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ അറ്റ് ബാംഗ്ലൂർ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഊബറൊക്കെ വിളിച്ചു. ആ സമയത്ത് 2 ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നല്ല എന്തോ സ്പൈസൊക്കെ ഇട്ട് തന്നപ്പോൾ നമ്മുടെ വായിൽ വെക്കുമ്പോഴേക്കും അലിഞ്ഞു പോവും. ഇങ്ങനത്തെ ചോളം ഞാൻ എവിടെ നിന്നും കഴിച്ചിട്ടില്ല, ഊട്ടിന്നോ തൃശ്ശൂരിന്നോ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവർ പോവാണ്. ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ പിരിയാണ്. അങ്ങനെ ഒരു അടിപൊളി ദിവസം ബാംഗ്ലൂരിൽ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളങ്ങനെ അവസാനം ക്യാബൊക്കെ വിളിച്ച് വീട്ടിലെത്തിയ വഴി തന്നെ കിടന്നുറങ്ങി ഗൈസ്. അങ്ങനെ ഒരു അടിപൊളി ബാംഗ്ലൂർ ഡേ കഴിഞ്ഞു.